ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിട്ടാണ് ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇപ്പോൾ സൗദി അറേബ്യയിൽ ഒരു റിഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി കൊടുത്തു. ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയാണ് ഒരു വർഷം പ്രീമിയം വരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി മിനിമം 3 വർഷം അടച്ചില്ലെങ്കിൽ നമുക്ക് 1 രൂപ പോലും നമുക്ക് തിരിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഏകദേശം 3 ഹാഫ് ഇയർലി ആയിട്ട് 3 തവണ പ്രീമിയം അടച്ചിരുന്നു. 1.5 വർഷത്തോളം പ്രീമിയം അടച്ചിരുന്നു. ഏകദേശം ഒരു 2 ലക്ഷം രൂപ ഇദ്ദേഹം പ്രീമിയം അടച്ചിരുന്നു. ഈ 2 ലക്ഷം രൂപയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത്, കാരണം ഞാൻ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാനുള്ള കാരണങ്ങൾ ഇങ്ങനത്തെ പല കാരണങ്ങളാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഞാൻ അതിനുശേഷം എൻട്രി ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 17 വർഷത്തോളമായി. 17 വർഷത്തിൻ്റെ 3000-ഓളം കസ്റ്റമേഴ്സിനെ ഞങ്ങൾ പേഴ്സണലി നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് ആർക്കും തന്നെ അവർക്ക് ഫ്യൂച്ചർ പേയ്മെന്റ് അടക്കാൻ പറ്റിയില്ല എന്നതിന്റെ പേരിൽ 1 രൂപ പോലും മ്യൂച്വൽ ഫണ്ടിൽ നഷ്ടം വന്നിട്ടില്ല.